കൂടി എല്ലാവർക്കും സ്വാഗതം. അന്നേരം നമ്മളിന്നൊരു യാത്രയിലാണ്. നമ്മുടെ യതീഷേട്ടൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകുന്നു. കെട്ടുമുറുക്ക് പറയാൻ വേണ്ടി പോകുന്നതാണ്. ജനുവരി 5-നാണ് അവർ മലക്ക് പോകുന്നത്. അത് പറയാൻ വേണ്ടി പോകുന്നു. ആ യാത്രയിലാണ് നമ്മളുള്ളത്. നല്ല രസമാണ് സ്ഥലം കാണാൻ. നല്ല വയലെല്ലാം ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നല്ല വൃത്തിയുണ്ട് കാണാൻ. ഇവിടെയും കുറേ കുട്ടികളെ സൈക്കിളെല്ലാം ചവിട്ടി പോകുന്നുണ്ട്. പെങ്ങളെ പിള്ളേരും അളിയനും എല്ലാം മാല ഇട്ടിട്ടുണ്ട്. അവർ ജനുവരി 9-നാണ് പോകുന്നത്. അപ്പോഴേക്ക് രതീഷേട്ടനും മോനും പോയി വരുമായിരിക്കും. ഇവർ ജനുവരി 5-നല്ല പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഏരിയ പാലക്കാട് വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പിലാത്തറയാണ് അവരിപ്പോൾ താമസിക്കുന്നത്. ആദ്യം പഴയങ്ങാടി മാട്ടൂലായിരുന്നു. അതെല്ലാം വിറ്റിട്ടിപ്പോൾ പിലാത്തറയിൽ സ്ഥലം മേടിച്ച് വീടാക്കിയിട്ടുള്ള കെട്ടുമുറുക്കിന് വരാൻ പറ്റുമോയെന്ന് അറിയില്ല. നമുക്ക് പ്രായമായി ബസ്സിലെല്ലാം കയറാൻ ബുദ്ധിമുട്ടാണെന്നെല്ലാം അമ്മ പറയുന്നുണ്ടായി. എന്നാൽ നല്ല കവുങ്ങും തോപ്പും നല്ല പുഴകളും എല്ലാം ഉണ്ട്. ഫുട്ബോൾ സ്റ്റേഡിയം പോലെ മക്കളെ കളിസ്ഥലം നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ തളിപ്പറമ്പ് വഴി പോകുന്നതിലും വേഗം നമുക്ക് പിലാത്തറ ഏരിയം വഴി പോയി കഴിഞ്ഞാൽ എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചപ്പാരപ്പടവ് ഏരിയം വഴിയാണ് പോയിട്ടുള്ളത്. ഒരു 5 മണിയാകുമ്പം പോയതാണ്. അധികം ദൂരമുണ്ട് വീടിനകത്തേക്ക്. പാലം ഈ പാലത്തിൻ്റെ പേര് അന്ന് ഒരു സിനിമേൻ്റെ ഇത് വരുന്നൊരു പാലമായിരുന്നു. ആ പാലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നല്ല വയലും നല്ല അങ്ങോട്ട് ഫുൾ വയലാണ്. കൂടുതലും കാണാൻ വയലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര പോകാൻ നല്ല രസമാണ്. നമ്മൾ വീഡിയോ എടുക്കലെന്നെല്ലാം പറയുന്നത്. അത് നടുക്കിരിക്കുന്നതുകൊണ്ട് തന്നെ സേഫ്റ്റി എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ പിടിക്കുമ്പോഴുള്ളൊരു എല്ലാം ഉണ്ട്. ഇതെല്ലാം പാടമാണ്. ശരിക്കും മനസ്സിലാകുന്നില്ല. ഭയങ്കര വെയിലായിരുന്നു. അന്നേരം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടുള്ള ഞങ്ങൾ അവിടെ ചായ കുടിക്കുന്നു. അന്നേരം ഒരു വണ്ടീൻ്റെ ടയറ് ടിപ്പർ ലോറീൻ്റെ ടയർ അങ്ങനെ പേച്ചായിട്ട് ഏട്ടനോട് ഹെൽപ്പ് ചെയ്യുവാൻ ചോദിച്ചിട്ട് ഏട്ടൻ അവരെ ഹെൽപ്പ് ചെയ്യാനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളവിടെ ഇരുന്ന് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ആ ടിപ്പറിൻ്റെയാണ് ടയർ ഇതായിട്ടുള്ളത്. ഏട്ടനോട് ചോദിച്ചൊന്ന് സഹായിക്കുകയും ചോദിച്ചു. വലിയ റിസ്ക്കുള്ള പണിയൊന്നും ആയിരുന്നില്ല. ആ ടയറിൻ്റെ പൊക്കത്തൊന്ന് കയറി നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഏട്ടനത് പോയി ഭംഗിയായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇടുന്ന കുറച്ച് ദൂരേ ഉള്ളൂ. നല്ല വയൽ രസമല്ലേ കാണാൻ. അപ്പം നമ്മൾ ചായ കുടിക്കുന്നിടത്ത് നിന്നൊരു സെൽഫി എല്ലാം എടുത്തിട്ട് നമ്മളിങ്ങനെ പോകുന്നു. വീട്ടിൽ അമ്മയും പെങ്ങളും അളിയനും അവരെ 3 മക്കളും കുട്ടികളാണ്. അവർ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. പൊന്നൂസ് ഉണ്ടായിരുന്നു. പൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൂസും വിഷ്ണു എല്ലാം വിഷ്ണു ജോലി സ്ഥലത്തായിരുന്നു. പഠിക്കാൻ പോയത്. ഇത് കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ച് വീഡിയോ ആണ്. ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം റേറ്റ് കുറവായതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത് കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ടാക്കാത്തതെന്ന് വെച്ചാൽ കാണാൻ നല്ല രസമില്ല പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ കട്ടാക്കാത്ത. ഇത് അറത്തിൽ ഭഗവതി ക്ഷേത്രമാണ്. അത് തെയ്യെല്ലാം കഴിക്കുന്നൊരു ക്ഷേത്രമാണ്. ഇതിലേക്കൂടെ വേണം നമ്മളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ക്ഷേത്രമാണ്. അമ്പലമാണ്. അങ്ങനെ പോയി
അപ്പം നമ്മൾ കടയിൽ സാധനം മേടിക്കാൻ നിർത്തിയിട്ടില്ല. അപ്പം അവിടെ നല്ലൊരു ചെടി പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അമ്മക്കൊരു സെൽഫി എടുത്ത് തരുമോയെന്ന് ചോദിച്ചിട്ട് നമ്മളവിടെ ഇരുന്ന് സെൽഫി എല്ലാം എടുത്തേ. ഞാനെന്നൊക്കെ സെൽഫി എല്ലാം എടുത്ത് ആ പൂ എന്ത് ഭംഗിയല്ലേ കാണാൻ. നമ്മളിങ്ങോട്ട് ആ പൂവിനെ മുസാണ്ടാന്നാണ് പറയുക. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ സെൽഫി എല്ലാം എടുത്തു. അപ്പോൾ വീട്ടിലെത്തി. വീട്ടിൽ നിന്നും കുറച്ച് വീഡിയോ എല്ലാം എടുത്തു. വീട്ടിൽ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നുമില്ല, അതിൽ നമ്മൾ കുറച്ച് വീഡിയോ എല്ലാം ഇങ്ങനെ എടുത്തു. ഇതാണ് അവരെ വീടും സ്ഥലമെല്ലാം. അമ്മയും പെങ്ങളും ഉണ്ടായിട്ട് ഞങ്ങൾ പോരാം. അളിയനെല്ലാം റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം അമ്മേനെയും പിടിച്ച് ഞങ്ങൾ സെൽഫി എല്ലാം എടുത്ത് ഫാമിലി സെൽഫി എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് ഞാനും ഏട്ടനും അമ്മയും ഇത് പെങ്ങളും എല്ലാം. എന്നാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട്